നമ്മുടെ ഓശാന ശനിയാഴ്ചയായില്ലേ? അപ്പോൾ നമ്മുടെ കോഴിക്കോട്ട ഉണ്ടാക്കുന്ന ടൈമായിട്ടുണ്ട്. നമ്മളെല്ലാ പ്രാവശ്യം അരിപ്പൊടി വെച്ചിട്ടാണല്ലോ കോഴിക്കോട്ട ഉണ്ടാക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ട് നമുക്കിതാ ഈ ബനാന വെച്ചിട്ട് കോഴിക്കോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബനാന പുഴുങ്ങാനായിട്ട് കുക്കറിൽ ഇടാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കോക്കനട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പണി തുടങ്ങാം. തുടങ്ങില്ലേ നമുക്ക്? ഈ പഴം ഞാൻ ആദ്യം മുറിച്ച് പുഴുങ്ങാനായിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഓരോന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് ഇതിലോട്ട് 2 ശർക്കരയുടെ കഷ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കണം. നമ്മളിതിലോട്ട് ഇതാ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ 2 ചെറിയ കഷ്ണം ശർക്കരയാണ് ഇതിലേക്ക് ഇടുന്നത്. ഈ പുഴുങ്ങി വരുമ്പോൾ ഒരു മധുരം. നമുക്കൊരു 3 വിസിൽ സ്റ്റീം ചെയ്തെടുക്കാം ആദ്യം. അടുത്ത് നമുക്ക് ശർക്കര ഉരുക്കിയിട്ട് നാളികേരം കൂടിയിട്ട് മിക്സ് ചെയ്ത് ഇതിലോട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. ഒരു 5 ഇഞ്ച് ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതായത് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ശർക്കരയും തേങ്ങയൊക്കെ കഴിക്കാൻ ഒരാളിവിടെ എത്തിയിട്ടുണ്ട്. മമ്മി പാപ്പ ഉണ്ടാക്കി കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ട് ഓരോരുത്തർ എത്തി തുടങ്ങി. നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ കിടന്നാവുന്നുണ്ട്. പഴം പുഴുങ്ങാനിട്ടത് 4 വിസിൽ വന്നു. ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റീം പോയി കഴിയുമ്പോൾ നമുക്കത് ഓപ്പൺ ആക്കി നോക്കി നോക്കാം. നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഇത് കോഴിക്കോട്ട് ഉണ്ടാക്കുന്നതെങ്കിലും കുറച്ച് അരിപ്പൊടി ചേർക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് അരിപ്പൊടി അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു കപ്പ് പോരാ, 2 കപ്പ് വേണ്ടി വരും. ഇനി നമ്മൾ ഇതാ പഴം പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇതിൽ ഈ നടുവിലുള്ള കറുപ്പ് സംഭവം എടുത്ത് കളയണം. എന്നിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ചെയ്യാനായിട്ട്. അരിപ്പൊടി കുതിർത്താനായിട്ട് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അതിലോട്ട് അരിപ്പൊടി ഇടണം. ഇതിലോട്ട് നമ്മൾ അരിപ്പൊടി ചേർത്തു. അതിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വയ്ക്കാത്തിരി നേരം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പഴം ഉടച്ച് എടുത്ത് രണ്ടും കൂടിയിട്ട് മാവിനുള്ള ഇതായി ശരിയാക്കി എടുക്കാം. ശരിയാക്കി എടുക്കാം പാകത്തിന്. പഴം ഇങ്ങനെ ഉടച്ചെടുക്കണം. എന്നിട്ട് ഈ മാവിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടി കോഴിക്കോട്ടേക്കുള്ള മാവ് നമുക്ക് ശരിയാക്കി എടുക്കാം. ഒരു ഉടനുണ്ട്. നല്ല ചൂട് കൊടുത്ത് തന്നെ ഇതും രണ്ടും കൂടിയിട്ട് നമുക്ക് ഒരുമിച്ച് വയ്ക്കാം. രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ചെടുക്കുക. പഴക്കൊഴുക്കത്തേക്കുള്ള മാവ് ശരിയാക്കി എടുക്കുന്നത്. രണ്ടിനും കൂടി മിക്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
അടുത്താണ് എത്തിയിട്ടുണ്ട് നാളികേരം കഴിക്കാൻ. ഇത് നമ്മളങ്ങനെ നന്നായി കുഴച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതായി ഒരു പരുവായിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി നമുക്കൊരു കറിവേപ്പില ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ഇതാ നമ്മുടെ ശർക്കരപ്പാനി ഇതാ ഈ നാളികേരത്തിലോട്ട് ഒഴിച്ച് നമ്മൾ അരിച്ചെടുക്കുകയാണ് ശർക്കര. ഇതിലോട്ട് നമ്മൾ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. ജീരകം പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഫില്ലിങ്സ്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ജീരകം ഇടണം ഫ്ലേവറിന്. പിന്നെ നെയ്യ് ഒരു ടീസ്പൂൺ കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കൂടി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും, ടേസ്റ്റ് ഉണ്ടായിരിക്കും. കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാവെടുത്ത് എന്താ കുഴച്ച് ഫില്ലിങ്സ് ഇതിലോട്ട് വെച്ച് കൊഴുക്കട്ട ആക്കിയെടുക്കുകയാണ്. ഉരുട്ടി എടുത്ത് തന്നെ കൊഴുക്കട്ട ആക്കിയെടുക്കണം. നടുക്കിന് വെള്ളം തൊട്ട് കൊടുക്കാം. നമ്മുടെ കൊഴുക്കട്ട ആയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കട്ടി ഒത്തിരി കൂടി പോകരുത്. ഇതങ്ങനെ ഈ ഷേപ്പിൽ ഒരു ഷേപ്പ് ആക്കാനുണ്ട്. ഓരോന്നായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതവിടെ കുറച്ചിന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മമ്മി എത്തിയിട്ടുണ്ട്. ഇതവിടെ ഓരോന്നായിട്ട് ഉണ്ടാക്കണം. ഞാൻ ഇവിടെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതാ മമ്മി ഉണ്ടാക്കി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതപ്പോൾ നമ്മുടെ കൊഴുക്കട്ട അടുപ്പത്ത് വെക്കാൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെച്ചു. ഇപ്പോൾ ഗ്യാസ് അടുപ്പിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ വിറകടുപ്പിലാണ് വെക്കുന്നത്. കുറച്ച് നേരം വെച്ചിട്ട് കൊഴുക്കട്ട ആവാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കൊഴുക്കട്ട ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മെല്ലെ അടുപ്പിൽ നിന്ന് ഇറക്കാം. അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. പഴം കൊണ്ടുള്ള കൊഴുക്കട്ട നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. സൂപ്പറായിട്ടുണ്ട്. ഇനി ഓരോരുത്തർക്ക് കൊടുത്ത് നോക്കി നോക്കാം. രസമുണ്ടോ?
പാപ്പുവാ ഇതാണ് കൊഴുക്കട്ട ട്ടാ. എങ്ങനെയുണ്ട്? യമ്മി. ഇതെന്താണ് സംഭവം? ഓശാനിക്ക് നമ്മൾ ഉണ്ടാക്കണ പാപ്പുവാണ് കൊഴുക്കട്ട ട്ടാ.